بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ 92, മറിയം സൂറത്തിലെ 97, 98 രണ്ടായത്തുകൾ എടുക്കുന്നു. ഈ രണ്ടായത്തുകൾ 98 ആയത്തുകളോടുകൂടെ മറിയം സൂറത്ത് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ വേറെ സൂറത്ത് ആരംഭിക്കുന്നതാണ്. 96-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദ. ഇത് നമ്മൾ പറഞ്ഞു വെച്ചതാണ്. ഇന്നല്ലദീന തീർച്ചയായും ഒരു കൂട്ടർ, ആമനൂ അവർ വിശ്വസിച്ചിട്ടുണ്ട്, വഅമിലു സ്വാലിഹാത്തി വിശ്വസിക്കേണ്ട കാര്യങ്ങളിലെല്ലാം വിശ്വസിച്ചു. അത് നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞതാണ്. വിശ്വസിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക, മലക്കുകളിൽ വിശ്വസിക്കുക, പ്രവാചകന്മാരിൽ വിശ്വസിക്കുക, കിതാബുകളെ കൊണ്ട് വിശ്വസിക്കുക, ഖൈറും ഷർറുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക, ഖിയാമത്ത് നാൾ കൊണ്ട് വിശ്വസിക്കുക. ഇങ്ങനെ അത് വിശദമായി ഓരോന്നും പറയുമ്പോൾ അത് വിശദമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് പ്രകാരം നമ്മൾ വിശ്വസിക്കണം. ഖിയാമത്ത് നാളിൽ പെട്ടതാണ് സ്വർഗനരകങ്ങൾ. അതുപോലെ ഹിസാബ്, വിചാരണ ഉണ്ടാവുക, പിന്നെ കിതാബുകൾ, മോമിനീങ്ങൾക്ക് വലത്തെ കയ്യിൽ കിതാബ് നൽകപ്പെടുക കർമ്മരേഖകൾ, കുഫാറുകൾക്ക്, മോമിനീങ്ങളല്ലാത്തവർക്ക് ഇടത്തെ കയ്യിലാണ് കർമ്മരേഖകൾ നൽകപ്പെടുക. എന്നിട്ടത് വായിക്കേണ്ടി വരുന്നതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പല വീഡിയോകളിലായിട്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾക്ക് അനുഭവിച്ചറിയാത്ത കാര്യങ്ങളാണ്. ഇതെല്ലാം ഗൈബിയായ കാര്യങ്ങളാണ്, ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളാണ്. ഖിയാമത്ത് നാൾ ഇതെല്ലാം വിശ്വസിക്കണം. അള്ളാഹുവിനെ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ വിശ്വസിക്കണം. പിന്നെ അള്ളാഹുവിനെ കാണാൻ കഴിയില്ല. ദുനിയാവിൽ വെച്ച് ഒരാൾക്കും ദുനിയാവിൽ വെച്ച് കാണാൻ കഴിയുകയില്ല. ആഖിറത്തിൽ വെച്ച് അള്ളാഹുവിനെ കാണാൻ കഴിയും മുഅ്മിനീങ്ങൾക്ക്. അതായിരിക്കും ഏറ്റവും വലിയ സ്വർഗത്തിലെ നിഅമത്ത് എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പല വീഡിയോകളിലുമായിട്ട്. അപ്പോ ഈ വിശ്വാസപരമായ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വിശ്വസിക്കുക, എന്നിട്ട് അതോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുക. വഅമിലു സ്വാലിഹാത്തി ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി. ഇത് ഖുർആനിൽ ഉടനീളം പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്, ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി എന്നുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് സയജഅലു അമിലു സ്വാലിഹാത്തി, ഇങ്ങനെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകള് സയജഅലു ലഹും, അല്ലാഹു തആല അവർക്കായി ഉണ്ടാക്കി കൊടുക്കും. റഹ്മാനായ അള്ളാഹു, കരുണാനിധിയായ അള്ളാഹു അവർക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കും, അവരുടെ ഹൃദയങ്ങളിൽ ഇട്ടുകൊടുക്കും എന്നർത്ഥം. മുഅ്മിനീങ്ങള് സ്വാലിഹീങ്ങളായ ആളുകളുടെ, മുഅ്മിനീങ്ങളും സ്വാലിഹീങ്ങളും ഒക്കെ ഒന്ന് തന്നെ, സ്വാലിഹീങ്ങളുമായ ആളുകളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല ഇട്ടുകൊടുക്കും വുദ്ദൻ, സ്നേഹത്തെ. സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദ, സ്നേഹം ഇട്ടുകൊടുക്കും. അവർക്ക് അള്ളാഹുവിനെ സ്നേഹിക്കുവാനുള്ള കഴിവുണ്ടായിരിക്കും. അള്ളാഹുവിനെ സ്നേഹിക്കുവാനും അതുപോലെ അള്ളാഹുവിന്റെ സൃഷ്ടികളോടും ആ നിലയിൽ പെരുമാറുവാനുള്ള കഴിവുണ്ടായിരിക്കും അള്ളാഹു കൊടുക്കും. അപ്പോ അതിനെ സംബന്ധിച്ച് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും അല്ലാഹു ഗഫൂറുർ റഹീം. അങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുണ്ട്. അത് ആല-ഇംറാനിലെ 31-ാമത്തെ ആയത്ത്. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ, യുഹിബ്ബുകുമുല്ലാഹ്, നിങ്ങളെ അല്ലാഹു സ്നേഹിക്കും. അങ്ങനെ അല്ലാഹു സ്നേഹിച്ചു കഴിഞ്ഞാൽ യഗ്ഫിർ ലക്കും ദുനൂബക്കും യുസ്ലിഹ് ലക്കും അഅമാലക്കും. ഇന്നല്ലദീന ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി
يحببكم الله ويغفر لكم ذنوبكم الله غفور رحيم فاتبعوني يحببكم الله ويغفر لكم ذنوبكم إن الله غفور رحيم അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നോട് നിങ്ങൾ പിൻപറ്റാന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. യുഹബ്ബുക്കുമുള്ള, അങ്ങനെ നിങ്ങൾ എന്നോട് പിൻപറ്റി കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അപ്പൊ അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് കിട്ടാനുള്ള വഴികളാണ് ഈ ആയത്തിൽ പറയുന്നത്. അള്ളാഹു സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും ചിന്തിക്കാറില്ല. എല്ലാ കാര്യങ്ങളും എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരും. അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിലുണ്ട്, നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ ദഅാ ജിബ്രീൽ അലൈഹിസ്സലാം വഖാൽ ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹു ഫയുഹിബ്ബുഹു ജിബ്രീൽ അലൈഹിസ്സലാം ثم ينادي في السماء إن الله يحب فلانا فأحبوه فيحبه أهل السماء റവാഹു മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ, ഒരാളെ അല്ലാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ച് ജിബ്രീലിനോട് പറയും, യാ ജിബ്രീൽ, ഞാൻ ഇന്ന ആളെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നീയും ഇഷ്ടപ്പെടണം. ജിബ്രീലിനോട് എന്താ പറയാ? നീയും അയാളെ ഇഷ്ടപ്പെടണം. അപ്പൊ ഇത് ഈ വിവരം പറഞ്ഞ ജിബ്രീല് വാനലോകത്ത് അദ്ദേഹം വിളംബരപ്പെടുത്തും. യുനാദി അഹ്ലുൽ ഫിസ്സമായി, ആകാശ ലോകത്ത് അദ്ദേഹം വിളിച്ചു പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ, അള്ളാഹു ഇന്ന മനുഷ്യനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും മലക്കുകളെ നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടണം. അള്ളാഹുവിന്റെ കോടാനക്കോടി മലക്കുകൾക്ക് എത്ര മലക്കുകളാണുള്ളത് എന്ന് ഒരാൾക്കും എണ്ണി കണക്കാക്കാൻ പറ്റില്ല. അത്രയധികം മലക്കുകൾ. നമ്മൾ ഇവിടെ ഒരു സെൻസസ് എടുത്താൽ ജനങ്ങൾ എത്ര ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. പുരുഷൻ എത്ര, സ്ത്രീ എന്നുള്ള കാര്യം അറിയാൻ പറ്റും. അള്ളാഹുടെ മലക്കുകൾ എത്രയാണെന്ന് അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും അറിയില്ല. അപ്പൊ അത്രയും മലക്കുകൾക്ക് ജിബ്രീൽ പരിചയപ്പെടുത്തുകയാണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരാളെ നിങ്ങളും ഇഷ്ടപ്പെടണം എന്ന മലക്ക് ആഹ്വാനം ചെയ്യാണ് ജിബ്രീൽ അലൈഹിസ്സലാം മലക്ക് അവിടെ. അപ്പോ അവരെല്ലാവരും ഇഷ്ടപ്പെടും. അപ്പോ ഒരു സാലിഹായ മനുഷ്യന് കിട്ടുന്ന നേട്ടം എന്താ? അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലോകം മുഴുവനും അവന് ഇഷ്ടപ്പെടുക. ആ ഇഷ്ടം അനുഭവിക്കുമ്പോൾ അവന് പല കാര്യങ്ങളും മറ്റുള്ളവരെക്കാൾ നല്ല നിലയിൽ അനുഭവിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയും. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളാണെന്ന്. അപ്പോ ഈ അള്ളാഹു ഇങ്ങനെയുള്ള ആളുകളുടെ സൽക്കർമ്മങ്ങൾ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹത്തെ ഇട്ടുകൊടുക്കും. അള്ളാഹു സ്നേഹിക്കും, തിരിച്ച് അവന് സ്നേഹം ഉണ്ടായിത്തീരും അള്ളാഹുവിനോട്. അതനുസരിച്ചാണ് ഇപ്പൊ ഈ ഹദീസിൽ പറഞ്ഞ പ്രത്യേകതയൊക്കെ ലഭ്യമാവുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക്, സാലിഹ്യങ്ങൾക്കും മുത്തഖീങ്ങൾക്കും ലഭ്യമാവുന്ന പ്രത്യേകതകളാണ് പറഞ്ഞത്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ആയത്തിൽ വീഡിയോയിൽ 90 പറഞ്ഞിട്ടുണ്ട്. 97 ആയത്ത് മുതൽക്കാണ് എന്തെടുക്കുന്നത്. 97 98 ഞാൻ പറഞ്ഞതുപോലെ 97 98 എടുത്തു കഴിഞ്ഞാൽ ഈ മറിയം സൂറത്ത് അവസാനിച്ചു. 97 ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഇന്നമാ യസ്സർനാഹു ബിലിസാനിക ലിതുബശ്ശിറ ബിഹിൽ മുത്തഖീൻ وتنذر به قوما لدا فإنما يسرناه بلسانك.
തീർച്ചയായിട്ടും നമ്മൾ എളുപ്പമാക്കി ബിലിസാനിക്കാം നിങ്ങളുടെ നാവിൽ. നബിയോട് പറയാം. എന്തിന്? ഖുർആനിനെ എളുപ്പം നിങ്ങൾക്ക് പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തീർത്തു എന്നർത്ഥം. തുബശ്ശിറ ബിഹി, ആ ഖുർആൻ കൊണ്ട് നിങ്ങൾ സന്തോഷം അറിയിക്കാൻ വേണ്ടി അൽ മുത്തഖീന, മുത്തഖീങ്ങളായ മനുഷ്യര്. മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് തഖ്വയിൽ ജീവിച്ച ആളുകൾ. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളും പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അത് മുത്തഖി ആരാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ എടുക്കുകയും നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കുകയും ചെയ്യുന്ന ആളുകളാണ് മുത്തഖി എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ മുത്തഖിങ്ങൾക്ക് സന്തോഷം അറിയിക്കുക. എന്തുകൊണ്ട്? ഈ ഖുർആൻ കൊണ്ട് സന്തോഷം അറിയിക്കുക. ഖുർആനിൽ ഒരു ശരിക്കൊരു മുത്തഖിയായ മനുഷ്യനാണെങ്കിൽ അവന് വരാൻ പോകുന്ന ഗുണഗണങ്ങള് എന്താ? സ്വർഗവും അതിലെ നിയമത്തുകളും അള്ളാഹുവിനെ കാണുക എന്നുള്ള പ്രത്യേകത. ഇതാണ് മുത്തഖിയായ മനുഷ്യന് ലഭ്യമാവുന്ന ഒരു ഏറ്റവും അങ്ങേ അറ്റത്തുള്ള നിയമത്തുകൾ, സ്വർഗവും അതിലുള്ള നിയമത്തുകളും അള്ളാഹുവിനെ കാണുക എന്നുള്ളത്. ഇതിന് കഴിച്ചു വെക്കുന്ന നിയമത്ത് വേറെ ഇല്ല. അപ്പൊ അത് മുത്തഖിങ്ങൾക്ക് സന്തോഷം അറിയിക്കുക. ഈ നിയമത്തുകളെല്ലാം അവന് ലഭ്യമാകും. തുന്തിറ ബിഹി ഖൗമൻ ലുദ്ദ വതുന്തിറ ബിഹി, ഈ ഖുർആൻ കൊണ്ട് ഇന്താറ് ചെയ്യുക, താക്കീത് ചെയ്യുക. ഖൗമൻ ലുദ്ദ, ഖൗമൻ ഒരു ജനങ്ങളെ, ലുദ്ദ മർക്കടമുഷ്ടിയായ ആളുകൾ എന്ന് പറഞ്ഞാൽ ധിക്കാരികളായ ആളുകളെ താക്കീത് ചെയ്യുക. ധിക്കാരികളായ ആളുകൾ എന്ന് പറഞ്ഞാൽ ഖുർആനെ നിഷേധിക്കുക, ഈ മതത്തെ തന്നെ നിഷേധിക്കുക, ഇങ്ങനെ ജീവിക്കുന്ന നിരീശ്വരത്തുണ്ടാവുക, ഇതൊക്കെ ആയിട്ട് ജീവിച്ചു വളർന്ന ആളുകൾ അവരെ ശക്തിയായ ഭാഷയിൽ താക്കീത് ചെയ്യും. ഇതിനു വേണ്ടിയാണ് ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ യസ്സർനാഹു യാ മുഹമ്മദ് ഹാദൽ ഖുർആൻ ബിലിസാനിക്കൽ അറബി, നിങ്ങളുടെ അറബി ഭാഷയിൽ, ലിസാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ലോകത്ത് എന്നർത്ഥം, അറബി ഭാഷയിൽ നിങ്ങൾക്ക് ഈ ഖുർആനിനെ എളുപ്പമാക്കി തന്നു. തഖ്റഅഹു, അതിനെ നിങ്ങൾ പാരായണം ചെയ്യും. വജഅൽനാഹു, അതിനെ ആക്കുകയും ചെയ്തു. സഹലൻ യസീറ, വളരെ എളുപ്പമുള്ളതാക്കി തീർത്തു ഖുർആനെ. ലിമൻ തദബ്ബറഹു, ഖുർആനെ പറ്റി ചിന്തിക്കുന്നവർക്ക് അത് എളുപ്പമുള്ള കാര്യമാണ്. ലിതുബശ്ശിറ ബിഹിൽ മുത്തഖീൻ, മുത്തഖീന, മുത്തഖീങ്ങൾക്ക് സന്തോഷം അറിയിക്കുക. തുഹവ്വിഫു ബിഹി ഖൗമൻ മുആനിദീന ശദീദൽ ഖുസൂമത്തി വൽ ജിദാൽ, എപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ധിക്കാരികളായ ആളുകൾക്ക് അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കാതെ തർക്കിച്ചുകൊണ്ടിരിക്കുക, ഇസ്ലാമിനെ പറ്റിയും ഖുർആനെ പറ്റിയും തർക്കിച്ചുകൊണ്ടിരിക്കുക, അതിനെ ഇകഴ്ത്തി സംസാരിക്കുക, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത് വളരെയധികം താക്കീത് ചെയ്യുന്ന ഖുർആൻ. ഇതിനു വേണ്ടിയാണ് ഖുർആനെ അല്ലാഹു തആല ഇറക്കിയതോടൊപ്പം മുത്തഖീങ്ങളെ സന്തോഷം അറിയിക്കാനും വേണ്ടി ആണ് ഖുർആനിനെ അള്ളാഹു വളരെ എളുപ്പമുള്ള നിലയിൽ അറബി ഭാഷയിലായിട്ട് അവതരിപ്പിക്കപ്പെട്ടത്. 98-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, കം അഹ്ലക്നാ ഖബ്ലഹും മിൻ ഖർനിൻ ഹൽ തുഹിസ്സു മിൻഹും മിൻ അഹദിൻ ഔ തസ്മഉ ലഹും ദിക്സാ. കം, എത്രയോ ആണ്, അഹ്ലക്നാ, നമ്മൾ നശിപ്പിച്ചു, ഖബ്ലഹും, ഇതിനു മുമ്പ്, മിൻ ഖർനിൻ, തലമുറകളെ, ഇതിന് മുമ്പ് മുൻകഴിഞ്ഞ ആളുകളെ, സമുദായങ്ങളെ നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു പറയാ, അത് തുഹിസ്സു മിൻഹും, അവരിൽ നീ കാണുന്നുണ്ടോ, മിൻ അഹദിൻ, ആരെയെങ്കിലും, അവരൊക്കെ നശിച്ചുപോയി, പിന്നീട് അവരെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് തസ്മഉ ലഹും, അല്ലെങ്കിൽ അവർക്ക് നീ കേൾക്കുന്നുണ്ടോ, ദിക്സൻ, ഒരു ചെറിയൊരു ശബ്ദമെങ്കിലും, ഖഫിയായ ശബ്ദം. റിക്സ് എന്ന് പറഞ്ഞാൽ സൗത്ത് ഖഫി, ഖഫിയായ ഒരു ശബ്ദം എങ്കിലും കേൾക്കുന്നുണ്ടോ? ഇവിടുന്ന് നശിച്ചു പോയ ആളുകൾ, അവർക്ക്
കമ്മിനൽ ഉമനിൽ മാലിയ കമ്മിനൽ, അതിന്റെ തഫ്സീർ പറയാം. കമ്മിനൽ ഉമനിൽ മാലിയ, എത്രയോ കഴിഞ്ഞ കാല സമുദായങ്ങളിൽ നിന്ന് എത്രയോ ആളുകളെയാണ് അഹ്ലക്കിന നമ്മൾ നശിപ്പിച്ചത്. അഹ്ലക്കിനാവും തെക്കദീബിഹിം. അതിന് കാരണം എന്താ? അവരെ പിന്നെ മുർസലീങ്ങളെ കളവാക്കിയത് കാരണം. അത് തറാമിന്നും അഹദന്നെ ആരെങ്കിലും കണ്ടോ, കാണുന്നുണ്ടോ? ഔ തസ്മാഉലഹും സൗത്തം ഖഫിയ്യൻ, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ശബ്ദമെങ്കിലും കേൾക്കുന്നുണ്ടോ? ഒന്നും കേൾക്കില്ല. ഫഅൽ മാന അന്നഹും കമാ അഹ്ലക്നാ ഉലൈക അന്നഹും ബാദു വഹലക്കു, അവരെല്ലാരും നശിച്ചുപോയി. അവരുടെ വീടുകളെല്ലാം ഒഴിവാക്കി വീട്ടിലിപ്പോ വിജനമായി കിടക്കുക. വീടുകളൊക്കെ മനാസിൽ, അവരുടെ വീടുകളെല്ലാം വിജനമായി കിടക്കുക. ആളുകളില്ല, ആരുമില്ല. അപ്പൊ അവരെ നശിപ്പിച്ചത് പ്രകാരം ഇവരും അതേ രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. മുസ്ലിങ്ങളെ കളവാക്കുക, പരിഹസിക്കുക, ഇത്തരം കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. ഇതുപോലെ ഇവരെയും നശിപ്പിക്കും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതുകൊണ്ട് മുശ്രിക്കീങ്ങളായ ആളുകൾക്ക് വലിയ താക്കീതാണ് ഈ സൂറത്തിലൂടെ അല്ലാഹു തആല നൽകുന്നത്. നമ്മൾ യാസീൻ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്, യാ ഹസ്റത്തൻ അലൽ ഇബാദി മാ യഅതീഹിം റസൂലുൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. യാ ഹസ്റത്തൻ അലൽ ഇബാദി, എന്റെ അടിമകൾക്കുള്ള നഷ്ടമേ എന്ന് അല്ലാഹു തആല പറയാം. അവർക്ക് ഒരു റസൂലും വരുന്നില്ല. അവരെ പരിഹസിച്ച് തള്ളിപ്പറഞ്ഞിട്ടല്ലാതെ ഈ ലോകത്ത് ഒരു ഒറ്റ റസൂലും നബിയും കഴിഞ്ഞു പോയിട്ടില്ല. അത്രയധികം ധിക്കാരമാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അല്ലാഹു തആല പറയാണ്, അലം യറൗ കമ്മ, അതിന്റെ ശേഷമായിട്ട് തൊട്ടായത്തിൽ അല്ലാഹു പറയുന്നു, അലം യറൗ കമ്മ അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. അലം യറൗ, അവരെ കണ്ടില്ലേ? കമ്മ അഹ്ലക്നാ ഖബ്ലഹും, എത്രയോ ആണ് നമ്മൾ നശിപ്പിച്ചിട്ടുള്ളത് സമുദായങ്ങളെ, മിനൽ ഖുറൂനി, തലമുറകളെ നാം നശിപ്പിച്ചിട്ടുള്ളത്. അന്നഹും, തീർച്ചയായും അവര് ആ മരിച്ചുപോയ ആളുകളെ ഇലൈഹിം, ഇവിടെ ഈ നാട്ടിലുള്ള ആളുകളൊക്കെ അടുത്തേക്ക് ലായർജീവൻ, അവര് മടങ്ങി വരുന്നില്ല. ഇത് നീ കാണുന്നില്ലേ, അവര് കണ്ടില്ലേ എന്നാണ് പറയുന്നത്. അവർക്ക് ഇത് ഒരാളെങ്കിലും തിരിച്ചു വന്ന കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. ആരും വന്നിട്ടില്ല, ആരും തിരിച്ചു വന്നിട്ടില്ല. അതാണ് ഈ ആയത്തിൽ പറഞ്ഞത്. നമ്മളിപ്പോൾ ഇത് യാസീൻ സൂറത്തിലുള്ള ആയത്തുകളാണ്. ഇത് 31, 32 ആയത്തുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത് യാസീൻ സൂറത്തിലെ. ഇത് നമ്മൾ വീഡിയോയിൽ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഇത് 98-ാമത്തെ ആയത്ത് മറിയം സൂറത്തിലായത്താണ്. കമ്മഅഹ്ലക്നാ ഖബ്ലഹും മിൻ ഖർനിൻ ഹൽ തുഹിസ്സു മിൻഹും മിൻ അഹദിൻ ഔ തസ്മഉ ലഹും റിക്സാ. നമ്മള് കണ്ടമാനം തലമുറകളെ മുമ്പ് നശിപ്പിച്ചിട്ടുണ്ട്. അവരിൽ ആർക്കെങ്കിലും നീ കാണുകയുണ്ടായിട്ടുണ്ടോ? അതിനുശേഷമായിട്ട് ഒരാളെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ടോ? അതുമില്ല. അപ്പോ ഇങ്ങനെയുള്ള ഈ നിലപാടിലാണ്. അതുപോലെ അവരെയൊക്കെ ആ നിലയ്ക്ക് നശിപ്പിച്ചതുപോലെ ഇന്നുള്ള ഈ മുശ്രിക്കീങ്ങളും അവരുടെ അതേ പ്രത്യേകതകൾ വെച്ച് നീങ്ങുന്ന ആളുകളാണ്. ധിക്കാരവും, അള്ളാഹുവിനെ ധിക്കരിക്കുക, റസൂലിനെ പരിഹസിക്കുക, ധിക്കരിക്കുക, റസൂലിനെ കളവാക്കുക, അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ആളുകളായിരുന്നു. അവരെ അള്ളാഹു നശിപ്പിച്ചു. അതുപോലെ ആ ഗുണഗണങ്ങൾ തന്നെയാണ് ഇപ്പോഴുള്ള ഈ മുശ്രിക്കീങ്ങൾക്കുള്ളത്. അതുകൊണ്ട് അവരോട് താക്കീത് ചെയ്യുക, അവരെ നശിപ്പിച്ചതുപോലെ ഇവരെയും നശിപ്പിക്കും എന്ന്. അപ്പോ 98 ആയത്തുകള് ഈ മറിയം സൂറത്തിലുള്ള 98 ആയത്തുകളും നമ്മൾ എടുത്തു കഴിഞ്ഞു. അല്ലാഹു തആല അത് തൗഫീഖ് ചെയ്ത് അൽഹംദുലില്ലാഹ്. ഇനി നമ്മൾക്ക് അടുത്ത് തന്നെ വേറൊരു സൂറത്തിലേക്ക് ഇൻഷാ അല്ലാഹ് സൂറത്ത് തുടങ്ങുന്നതായിരിക്കും. ഈ വീഡിയോകളെല്ലാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. എങ്കിൽ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നിഷ്പ്രയാസം കാണാൻ സാധിക്കും. അതുകൊണ്ട്
സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.